മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ. 2019 ജൂണിൽ തന്നെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംപുരാൻ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരിയും പലവിധ തടസ്സങ്ങളും കാരണം നിർമ്മാണവും റിലീസും വർഷങ്ങൾ നീണ്ടു. പക്ഷേ കാലതാമസം സിനിമയ്ക്ക് ഗുണമായാണ് ഭവിച്ചത്. ഉദ്ദേശിച്ചതിനും വലിയ സിനിമയായി അത് മാറി. ലൂസിഫർ ബാക്കിയാക്കിയ ഒട്ടേറെ ചോദ്യങ്ങൾക്കും കൗതുകങ്ങൾക്കും എംപുരാൻ ഉത്തരമാകുമോ എന്നാണ് സിനിമാ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഒരു മലയാള സിനിമ അമേരിക്ക, ബ്രിട്ടൻ, UAE, ഇറാൻ, തുർക്കി, ജോർജിയ, മെക്സിക്കോ, റഷ്യ ഇത്രയേറെ വിദേശ ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഒരു മലയാള സിനിമ. ബജറ്റിനെ കുറിച്ച് നിർമ്മാതാക്കൾ ഇതുവരെ ഒരു കൃത്യം സംഖ്യ പറയാത്തിടത്തോളം അത് കണക്കുകൂട്ടാൻ മുതിരുന്നില്ല. എന്നാലും നമ്മുടെ സിനിമയിൽ ഇന്നോളം ഉണ്ടായതിലേക്കും വലുത് എന്നുറപ്പ്. തിയേറ്ററുകളിൽ എത്തും മുമ്പേ ശതകോടികളുടെ കളക്ഷൻ, ട്രെയിലറുകൾക്കും ക്യാരക്ടർ പോസ്റ്ററുകൾക്കും മില്യൺ കാഴ്ചകളുടെ പെരുക്ക കണക്ക്. കാണെ പെരുകി മാനം മുട്ടുകയാണ് ലൂസിഫർ പ്രതീക്ഷകൾ. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സിനിമ ഭൂമി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ലൂസിഫറിന്റെ എൻ ക്രെഡിറ്റുകളിലാണ് റഷ്യയിലെ ഒരു വിദൂര ദേശത്ത് ഖുറേഷി അബ്രാം വെളിപ്പെടുന്നത്. ലിയോണിലെ ഇന്റർപോളിന്റെ ഓഫീസിനെ അസ്വസ്ഥമാക്കുന്ന അധോലോകങ്ങളുടെ പരമോന്നതൻ, ആഫ്രിക്കൻ യുദ്ധപ്രമുഖന്മാരുടെ കൂട്ടാളി, യുദ്ധം കടപുഴക്കിയ മധ്യപൂർവ്വദേശത്തെ പടനിലങ്ങൾ തിരികെ പടുക്കാൻ കരാറെടുത്തവൻ, ഇസ്താംബൂളിൽ, ലൈബീരിയയിൽ, സിയറാലിയോണിൽ വജ്രഖനികൾക്ക് കാവൽ നിൽക്കുന്നവൻ, അധോലോക ഭൂഖണ്ഡാന്തര വ്യാപാരത്തിന്റെ ഇരുൾത്തിരകളിലേക്ക് ചിറക് വിടർത്തുന്ന കഴുകന്റെ കണ്ണുള്ള സിൻഡിക്കേറ്റ് തലവൻ, പത്തിവിരിച്ചു കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും കെൽപ്പുള്ള സർവാധിപൻ. കഥയുടെ ഒന്നാം അംഗത്തിൽ സത്യാന്വേഷകനായി സ്വയം തിരിച്ചറിയുന്ന ഗോവർദ്ധൻ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നു, ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ ഇവനെ ഇബിലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരേയുള്ളൂ, ലൂസിഫർ. സത്യം ഇത്തവണ നിങ്ങളെ തേടിവരും എന്ന തലവാചകത്തോടെയാണ് എംപുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത്. ആരാണ് അബ്രാം ഖുറേഷി? കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യന്റെ വളർത്തുമകൻ, ഭരണകക്ഷിയിലെ അധികം വെളിപ്പെടാത്ത ലോ പ്രൊഫൈൽ MLA എങ്ങനെ അബ്രാം ഖുറേഷിയായി? ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ എന്ന് നെടുമ്പള്ളി അച്ഛനോട് പറഞ്ഞ അൾത്താരയിൽ നിന്ന് പിന്തിരിഞ്ഞു നടന്ന് അയാൾ എവിടേക്കാണ് പോയത്? അതിനു മുൻപ് 15 കൊല്ലം അയാൾ ഏത് ലോകത്തായിരുന്നു? PK രാംദാസ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ആരായിരുന്നു? ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. 1776 ആഡം വൈഷോപ്റ്റ് എന്ന ജർമ്മൻ പ്രൊഫസർ സ്ഥാപിച്ച ഇല്യൂമിനാറ്റി എന്ന നിഗൂഢ സംഘവും സ്റ്റീഫൻ നെടുമ്പള്ളിയും തമ്മിലെന്ത്? ഒന്നാം ഭാഗത്തിൽ പലയിടങ്ങളിലായി വന്നുപോയ ത്രികോണത്തിലുള്ള കണ്ണും മൂങ്ങയും കഴുകനുമെല്ലാം എന്തൊക്കെയോ ഗൂഢാർത്ഥ പ്രതീകങ്ങളായിരുന്നോ? നമ്മൾ ഇനിയും കണ്ടുതീരാത്ത കടലാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസാണ് എംപുരാൻ. സ്വന്തം ജോലിയെപ്പറ്റി അങ്ങേയറ്റം വ്യക്തതയുള്ള പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ സൃഷ്ടിയാണ്. 2020 മുതലുള്ള കാത്തിരിപ്പാണ്. പ്രേക്ഷക പ്രതീക്ഷകളുടെ ആകാശങ്ങൾക്കും മീതെ എംപുരാൻ എന്ന ബഹിഷ്കൃത മാലാഖ പറക്കുമെന്നുറപ്പ്. അതെ, മലയാള സിനിമയിൽ ഒരു പുതുചരിത്രം പിറക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.